ഹലോ ഗായ്സ്, വെൽക്കം ടു അബീസ് വ്ലോഗ്സ്. അപ്പോൾ ഗായ്സ്, ഇന്ന് പറയാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത രണ്ട് വസ്തുക്കളെക്കുറിച്ച്. കാര്യം, നമുക്ക് ഏറ്റവും വലിയ നമ്മുടെ മാതാപിതാക്കളും സുഹൃത്തുക്കളും ബന്ധുക്കളും അങ്ങനെയൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടാവും. അതാണ് ആദ്യം. അത് കഴിഞ്ഞ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റിയ രണ്ട് വസ്തുക്കളുണ്ട്. അത് ഒന്ന് എൻ്റെ ഫോണും ഒന്ന് എൻ്റെ വണ്ടിയുമാണ്. എൻ്റെ ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതെൻ്റെ ഒരു ഭാര്യനെ പോലെയല്ല. കാര്യം, എവിടെ പോയാലും ഉണ്ടാവും. ഞാൻ തുറന്ന് പറയാം, എവിടെ പോയാലും എൻ്റെ ഒരു ഫോൺ ഉണ്ടാവും. ഫോണില്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ വിറയ്ക്കണ പോലെയാണ്. എന്തോന്നും എൻ്റെ കയ്യിലൊന്നുമില്ല, അയ്യോ എൻ്റെ ഫോൺ അവിടെ പോയി എന്ന് പറഞ്ഞാൽ വിറയലാണ് കഴിക്കുക. ഈ മദ്യപിക്കുന്ന ആൾക്കാരൊക്കെ കഴിക്കുന്നത് വിറയില്ലേ, അതുപോലെ തന്നെയാണ് എനിക്ക് ഫോൺ. അത് നമ്മളിപ്പോൾ എനിക്ക് ഭാര്യനെ പോലെയാണ് എനിക്ക് എൻ്റെ ഫോണിന്. കാരണം ഞാൻ ബാത്റൂമിൽ പോകുമ്പോൾ പോലും എൻ്റെ ഒരു ഫോൺ കൊണ്ട് പോകാറുണ്ട്. കാര്യം അതുപോലെ ശീലിച്ചു പോയി. എനിക്ക് ഫോണില്ലെങ്കിൽ എന്തോ ഒരു ഇതാണ്, ഒരു ത്വരയാണ്. എൻ്റെ ഫോണിൽ ത്വരയാണ് വരുന്നത്. പിന്നെ രണ്ടാമത്തെ വസ്തു എന്ന് പറയാൻ നമുക്കറിയാമല്ലോ, എൻ്റെ വണ്ടിയാണ്. എൻ്റെ വണ്ടി എന്ന് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി, നല്ല മൈലേജുള്ള കിടിലൻ വണ്ടിയാണ്. 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ട് 3 ദിവസം ഞാൻ അടുപ്പിച്ച വണ്ടി കൊണ്ട് ഓടിച്ചിട്ടുണ്ട്. 3 ദിവസം 100 രൂപയ്ക്ക്, വെറും 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ട് 3 ദിവസം ആ വണ്ടി ഓടിച്ചിട്ടുണ്ട് ഞാൻ. ആ വണ്ടി കൊണ്ട് തിരുവനന്തപുരം വരെ ഒറ്റയ്ക്ക് ഞാൻ പോയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട്സായിട്ടും പോയിട്ടുണ്ട്. എൻ്റെ വണ്ടി എല്ലാവർക്കും അറിയാമായിരിക്കും, ആക്റ്റീവാണ്, അതായത് കണ്ടിട്ടുണ്ടാവും. അതാണ്. ഈ രണ്ട് വസ്തുക്കളും എത്ര കാലം കഴിഞ്ഞാലും എൻ്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ്. പിന്നെ ഫോണിൽ തന്നെ പല ബന്ധങ്ങളും സുഹൃത്തുക്കളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഫോണും വണ്ടിയും, ഈ രണ്ട് വസ്തുക്കളും എൻ്റെ ജീവിതത്തിൽ ഒഴിച്ചു മാറ്റാൻ പറ്റാത്ത രണ്ട് വസ്തുക്കളാണ്. അത് എപ്പോഴും എൻ്റെ കൂടെ ചേർത്ത് നിർത്തുന്നതാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് വീഡിയോ. അപ്പം നിങ്ങൾക്കും ഇതുപോലെ ആൾക്കാർക്കും ഇതുപോലെ പല വസ്തുക്കളുണ്ടാവും. ഫോണോ അല്ലെങ്കിൽ വണ്ടിയോ അല്ലെങ്കിൽ ഫോട്ടോ. നിങ്ങൾക്ക് പല ഇതായിരിക്കുമല്ലോ. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഓപ്പി ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് എഴുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.